വയനാട് പനമരം ടൗണിൽ മോഷണം. രാത്രി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പണം കവർന്നു. പണമില്ലാതിരുന്ന കടകളിലെ ഫർണിച്ചർ തകർത്തു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആഷിഖ് റഹ്മാനുണ്ട് വിവരങ്ങളുമായി. ആഷിഖ്, എത്ര കടകളിലാണ് മോഷണം നടത്തിയിരിക്കുന്നത്? എത്രത്തോളം പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഇയാൾക്കായുള്ള അന്വേഷണം എവിടം വരെയായി? അഖില, 3 കടകളിലായിട്ടാണ് മോഷണം നടത്തിയിട്ടുള്ളത്. വയനാട് പനമരം കരിമ്പമ്മൽ ടൗണിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. മെഡിക്കൽ ഷോപ്പിന് പുറമെ ഒരു ചിപ്സ് കടയിലും അതുപോലെ ഒരു ചപ്പാത്തി കമ്പനിയിലും ഇങ്ങനെ 3 കടകളിലാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഇതിൽ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മാത്രമേ ഈ മോഷ്ടാവിന് പണം ലഭിച്ചിട്ടുള്ളൂ. മറ്റ് 2 കടകളിൽ നിന്ന് പണമൊന്നും ലഭിച്ചിട്ടില്ല. അതേസമയം തന്നെ ഈ പണം ലഭിക്കാത്ത കടകളിലെ ഫർണിച്ചറുകളെല്ലാം ഈ മോഷ്ടാവ് തകർത്തിട്ടുണ്ട്. ഏറ്റവും ഈ ഒരുപക്ഷെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു പ്രതി മോഷണം നടത്തിയിട്ടുള്ളത്. പ്രധാനമായും ഈ CCTV അടക്കം ഈ സ്ഥാപനങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇടുമുണ്ട് തന്നെ തലയിലേക്ക് ഇട്ടുകൊണ്ട് മോഷണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ മോഷ്ടാവിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചന അതിൽ ലഭിച്ചിട്ടില്ല. ഈ കടയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമായ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കടയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ ഉടുമുണ്ട് ഊരി തലയിലേക്ക് ഇടുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതിന് പ്രധാന കാരണം ഒരുപക്ഷെ ഈ കടയിൽ ഈ ഭാഗത്തായിട്ട് CCTV ഉണ്ടെന്ന് അറിയുന്ന വ്യക്തി തന്നെയാണ് ഈ മോഷണം നടത്തിയെന്നാണ് ഇപ്പോൾ പോലീസും അനുമാനിക്കുന്നത്. ഈ പനമരത്ത് നേരത്തെ തന്നെ വലിയ രീതിയിൽ പല കടകളിലും ഇത്തരത്തിൽ മോഷണം നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ 3 കടകളിൽ മോഷണം നടത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി അർദ്ധരാത്രി 1:30യോടെയാണ് മോഷണം നടന്നത്. ആദ്യം മെഡിക്കൽ ഷോപ്പിൽ കയറുന്നു. മെഡിക്കൽ ഷോപ്പിലെ ഡ്രോയറിൽ നിന്ന് പണം എടുത്ത ശേഷമാണ് ചപ്പാത്തി കമ്പനിയിലേക്കും അതുപോലെ സമീപത്തുള്ള മറ്റൊരു കടയിലേക്കും കയറിയത്. പക്ഷേ ആ 2 കടയിൽ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല. അതേസമയം തന്നെ ആ കടകളിലെ ഫർണിച്ചർ എല്ലാം തകർത്ത ശേഷമാണ് ഇപ്പോൾ കള്ളൻ പുറത്തു പോയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ പനമരം പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അതിന് സമീപത്തായ ഒരു വീട്ടിലും സമാനമായ രീതിയിൽ ഒരു മോഷണം നടന്നിരുന്നതും ഈ കള്ളൻ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിക്കായുള്ള കള്ളനായുള്ള അന്വേഷണം പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട്. ശരി, ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.